പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 18 പള്ളിക്കൂദാശ കാലം 2ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയും, വിശുദ്ധ യോഹന്നാന്റെ 3-ാം ലേഖനം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവനോ ദൈവത്തെ കണ്ടിട്ടേയില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവവും വ്യക്തിത്വവും ഒക്കെ ഈ ലോകത്തിന്റെ ശൈലികളാൽ ഒത്തിരി സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക പെരുമാറ്റ ശൈലികളും ഭാഷാരീതികളും ഒക്കെ അവയിൽ ചിലതു മാത്രമാണ്. അത്തരത്തിലുള്ള സ്വാധീനം മൂലം മാത്രം നാം പ്രത്യേകമായി പലപ്പോഴും പലയിടങ്ങളിലും അറിയപ്പെട്ടിട്ടുണ്ട്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ ചില സ്വാധീനങ്ങളോ നമ്മെ ലജ്ജിപ്പിക്കുകയോ നാം അവഗണിക്കപ്പെടാനും തിരസ്കരിക്കപ്പെടാനും ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാനായി ലേഖനഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ലോകത്തിലെ തിന്മയുടെ സ്വാധീനം നമ്മെ ക്രിസ്തു ശിഷ്യത്വത്തിന് അനർഹരാക്കുന്നു. ക്രൈസ്തവ ശൈലി മറന്ന ലോകത്തിന്റെ ശൈലികളും രീതികളും നമ്മിൽ വേരുറപ്പിക്കുമ്പോൾ നാം ക്രിസ്തു വിരോധികളും എതിർ സാക്ഷികളുമായി മാറുന്നു. ലേഖനഭാഗത്ത് പറയുന്ന ദയോത്രഫേസിന്റെ ജീവിതം തന്നെ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് സുവിശേഷ ഭാഗത്ത് തന്റെ ശിഷ്യർക്ക് സ്നേഹപൂർവമായ തിരുത്തലും താക്കീതും നൽകുന്നത്. വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. ക്രൈസ്തവൻ ഈ ലോകത്തിൽ വ്യത്യസ്തനാകാൻ വിളിക്കപ്പെട്ടവനാണ്. തന്റെ വേറിട്ട ക്രിസ്തു ശിഷ്യത്വ ശൈലി വഴി ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ സമർപ്പിക്കാൻ വന്നവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വേറിട്ട ഈ ശൈലി സ്വന്തമാക്കണമെങ്കിൽ നാം ഈ ലോകത്തിൽ വ്യത്യസ്തരായിരിക്കണം. അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.